എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വൈദ്യുതി ആവശ്യകത ക്രമാതീതമായിട്ട് ഉയർന്നതിനാൽ പ്രധാനമായിട്ടും ലോഡ് ഷെഡിങ്ങിലേക്ക് കടക്കുകയാണ് സംസ്ഥാനം. അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. അപ്രഖ്യാപിത പവർ കട്ടും പീക്ക് ലോഡ് മാനേജ്മെൻറ്റും കടന്ന് സംസ്ഥാനത്ത് അരമണിക്കൂർ ലോഡ് ഷെഡിംഗ് പ്രഖ്യാപിച്ച് KEC വൈകിട്ട് 6 മണിക്കും 12 മണിക്കും ഇടയിലായിരിക്കും നിയന്ത്രണം ഉണ്ടായിരിക്കുന്നത്. വൈദ്യുതി ഉപയോഗം ക്രമാതീതമായിട്ട് ഉയർന്നതിനാലാണ് നിയന്ത്രണമെന്നാണ് വിശദീകരണം. നിയന്ത്രണമില്ലാതെ പിടിച്ചു നിൽക്കുവാൻ കഴിയില്ല എന്നും KEC അധികൃതർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ചൂടിനോടൊപ്പം തന്നെ വൈദ്യുതി ഉപയോഗം ക്രമാതീതമായിട്ട് ഉയർന്നതോടുകൂടി അപ്രഖ്യാപിത പവർ കട്ടും പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന പേരിലുള്ള വൈദ്യുതി നിയന്ത്രണവും കടന്നാണ് KEC ലോഡ് ഷെഡിംഗ് ഔദ്യോഗികപരമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വൈദ്യുതി ആവശ്യകത ക്രമാതീതമായിട്ട് ഉയർന്നതിനാൽ പ്രസരണ വിതരണ ശൃംഖലയിൽ ഉണ്ടായിരുന്ന കനത്ത സമ്മർദ്ദം കാരണം ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. അതിരൂക്ഷമായിട്ടുള്ള സ്ഥിതിഗതികൾ ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ ഗ്രിഡ് സ്ഥിരതയ്ക്കായിട്ട് വൈകുന്നേരം 6 മണി മുതൽ 12 മണി വരെയുള്ള സമയത്തിനിടയ്ക്ക് 30 മിനിറ്റിൽ താഴെയുള്ള വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ സ്റ്റേറ്റ് ലോഡ് ഡെസ്പാച്ച് സെന്റർ ചീഫ് എഞ്ചിനീയർക്ക് ഉന്നതതല യോഗം അനുമതി നൽകിയിരിക്കുകയാണ്. സ്ഥിതിഗതികൾ ഉന്നത ഉദ്യോഗസ്ഥരുടെ സംഘം ഓരോ ദിവസവും വിലയിരുത്തുന്നതാണ്. വൈദ്യുതി വിതരണ തടസ്സരഹിതമായിട്ട് നിർവഹിക്കുവാൻ ഉപഭോക്താക്കളുടെ സഹകരണം KEC അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. വൈദ്യുതി വാഹന ചാർജിംഗ് വൈകുന്നേരം 6 മണി മുതൽ 12 മണി വരെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി പകൽ സമയത്ത് ക്രമീകരിക്കേണ്ടതാണ്. നിലവിലെ സാഹചര്യത്തിൽ രാത്രി സമയങ്ങളിൽ AC ഉപയോഗം ഒഴിവാക്കാനാവില്ല. എന്നാൽ താപനില 24 മുതൽ 26 ഡിഗ്രി സെൽഷ്യസിൽ നിലനിർത്തുവാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് മുഖേന വൈദ്യുതി വലിയ തോതിൽ ലാഭിക്കുവാൻ സാധിക്കുന്നതാണ്. ഇൻഡക്ഷൻ കുക്കറിന്റെ ഉപയോഗവും ഈ സമയത്ത് പരമാവധി ഒഴിവാക്കണം. വൈദ്യുതി അധികമായിട്ട് ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ഹീറ്റർ, അയൺ ബോക്സ്, വാഷിംഗ് മെഷീൻ, പമ്പ് സെറ്റ് തുടങ്ങിയവയുടെ ഉപയോഗവും ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. അത്യാവശ്യമില്ലാത്ത ലൈറ്റുകൾ അണയ്ക്കേണ്ടതാണ്. വൈദ്യുതിയുടെ ഉത്തരവാദിത്തപൂർണമായിട്ടുള്ള ഉപയോഗം സംബന്ധിച്ച് പൊതുജനങ്ങൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിന് എനർജി മാനേജ്മെന്റ് സെന്ററിനെ ചുമതലപ്പെടുത്തുവാനും യോഗം തീരുമാനിച്ചിരിക്കുകയാണ്. അത്യുഷ്ണത്തിന്റെ പശ്ചാത്തലത്തിൽ വൈദ്യുതി ഉപയോഗത്തിലുണ്ടായിരുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള വർധനവും ലഭ്യതയിലുണ്ടായിരുന്ന കുറവും വിലയിരുത്തുന്നതിനും പ്രതിസന്ധി നേരിടുന്നതിനുമുള്ള മാർഗങ്ങൾ ചർച്ച ചെയ്യുവാനുമായിരുന്നു ഉന്നതതല യോഗം വിളിച്ചിരുന്നത്. പീക്ക് സമയ വൈദ്യുതി ഉപയോഗം ഏപ്രിൽ 27 സർവകാല റെക്കോർഡായിട്ടുള്ള 118.86 ദശലക്ഷം യൂണിറ്റിലേക്ക് എത്തി. വൈകുന്നേരം 6 ശേഷമുള്ള വൈദ്യുതിയുടെ ആവശ്യകതയും ചരിത്രത്തിലാദ്യമായിട്ട് 6033 മെഗാവാട്ട് എന്ന റെക്കോർഡിലേക്ക് ഉയർന്നു. ഏപ്രിൽ 23 രാത്രി 10:00 1 മിനിറ്റ് നേരം 6195 മെഗാവാട്ട് വരെ ആവശ്യകത കൂടിയെന്നും അധികൃതർ യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചു. രാജ്യത്തെ ആകെ വ്യാപിച്ചിരിക്കുന്ന ഉഷ്ണതരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ വിപണിയിൽ വൈദ്യുതി ലഭ്യത ഗണ്യമായിട്ട് തന്നെ കുറഞ്ഞിട്ടുണ്ട്. ആവശ്യകതയുടെ 70% വൈദ്യുതി പുറത്തു നിന്നും വാങ്ങുന്ന സംസ്ഥാനമെന്ന നിലയിൽ ഇത് പ്രതിസന്ധിയിലാകുന്നതായിട്ട് യോഗം അഭിപ്രായപ്പെട്ടു. അതോടൊപ്പം തന്നെ വൈകിട്ട് 6 ശേഷമുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിങ്ങും AC ഉപയോഗവും പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലുണ്ടായ പാചകവാതക ക്ഷാമത്തെ തുടർന്ന് ജനങ്ങൾ ഇൻഡക്ഷൻ പാചകത്തെ അധികമായിട്ട് ആശ്രയിക്കുന്നതുമാണ് വൈദ്യുതി ആവശ്യകത കുത്തനെ കൂടുവാൻ കാരണമെന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ രാത്രി 9:30 ശേഷം അർദ്ധരാത്രി 12 മണി വരെയുള്ള സമയത്തിനിടെ ചില അവസരങ്ങളിൽ മാത്രമാണ് ഉപയോഗം ക്രമാതീതമായിട്ട് ഉയരുന്നത്. പൊതുജനങ്ങളുടെ സഹകരണം ഉണ്ട് എങ്കിൽ ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള ഊർജ വിനിയോഗം വഴി ഈ ഒരു പ്രതിസന്ധി നമുക്ക് തരണം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.